കൂടോത്രം എന്ന് പറയുന്ന സാധനം ചെയ്യുന്നവൻ വളരെ വിശുദ്ധമായിട്ടാണ് ഇതിനെ കാണുന്നത്. കിട്ടുന്നവന് മാത്രമാണ് ഇത്ര അശുദ്ധിയുള്ളൂ ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? എല്ലാ കാറ്റഗറിയും എങ്ങനെയാണ്? ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം വീട്ടുകാർ, അമ്മ, അച്ഛൻ, ഭർത്താവ്, ഭാര്യ, മക്കള്, സ്വന്തം അച്ഛൻ മരിച്ചു പോയിട്ട് ആ സ്വത്ത് എടുക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്ന ഒരുപാട് മക്കൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. എത്ര ഭാര്യമാർ, എത്ര കാമുകിമാർ വരുന്നത് അറിയാമോ? കാമുകിമാരെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചെറുപ്പക്കാർ പെൺപിള്ളേരെ നല്ല. കൂടോത്രം ചെയ്യുന്നവരുടെ അവസാന കാലഘട്ടം എങ്ങനെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഇവർ പകുതി ആളുകളും ഇത് കൂടോത്രമാണോ എന്നും പറഞ്ഞിട്ടല്ല ഇവരിത് ചെയ്യുന്നത്. അനുഭവിക്കുന്ന ആളാണ് പറയുന്നത് എനിക്കെന്തോ കൂടോത്രം കിട്ടിയത്. ചെയ്യുന്ന ആളുകൾ അത് കൂടോത്രമായിട്ടല്ല എടുത്തിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ നടക്കണം. അവരുടെ ആവശ്യങ്ങൾ അവർ പറയുമ്പോഴും അവർ ചിന്തിക്കുമ്പോഴും കേൾക്കുന്ന ആൾക്കും ശരിയായിട്ട് തോന്നും. ഒരു ഉദാഹരണം പറയുമ്പോൾ, ഭാര്യ പിരിഞ്ഞു പോയി, ഭാര്യനെ തിരിച്ചു കൊണ്ടുവരണം. ഭർത്താവ് നിന്ന് ഒരു ആളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ജനറലി നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ഭർത്താവ് കറക്റ്റാണ്, ഭാര്യ പിരിഞ്ഞു പോയി, ഭർത്താവിന് വിഷമവും സങ്കടമുണ്ട്, ഭാര്യ തിരിച്ചു വരണം. ഇതല്ലേ നമ്മൾ പൊതുവെ കേൾക്കുന്ന ആളും ഇതല്ലേ വിചാരിക്കുള്ളൂ. ഒരു പയ്യൻ, പാവപ്പെട്ട പയ്യൻ, അവന് കർമ്മം ചെയ്തു കൊടുക്കണം ഇതല്ലേ ചിന്തിക്കുള്ളൂ. ആരെങ്കിലും ചോദിക്കോ എന്തിനാ നിൻ്റെ ഭാര്യ പിരിഞ്ഞു പോയത്, നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ അല്ലേ എന്ന് പിരിഞ്ഞു പോയത് എന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പുറത്തെന്ത് സംഭവിക്കും? ഇപ്പുറത്തുള്ള ആൾ വീക്കാവാൻ തുടങ്ങും, ഇപ്പോഴത്തെ ആൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഈ ആളത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റവൻ ഇത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മറ്റവൻ എന്തെങ്കിലും സംഭവിക്കും, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഒരു ആശുപത്രി പോവുകയോ മറ്റൊരു സാധനം സംഭവിക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടോത്രം എന്ന് പറയുന്ന സാധനം ചെയ്യുന്നവൻ വളരെ വിശുദ്ധമായിട്ടാണ് ഇതിനെ കാണുന്നത്. കിട്ടുന്നവന് മാത്രമാണ് ഇത്ര അശുദ്ധിയുള്ളൂ ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? എല്ലാ കാറ്റഗറിയും എങ്ങനെയാണ്? നരകിക്കും, അത്രയേ ഉള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ നരകിക്കും? ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം വീട്ടുകാർ, അമ്മ, അച്ഛൻ, ഭർത്താവ്, ഭാര്യ, മക്കള്, സ്വന്തം അച്ഛൻ മരിച്ചു പോയിട്ട് ആ സ്വത്ത് എടുക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്ന ഒരുപാട് മക്കൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. ഇത് ചെയ്തു തരുമെന്ന് ചോദിച്ചു. എത്ര ഭാര്യമാർ, എത്ര കാമുകിമാർ വരുന്നത് അറിയാമോ? കാമുകിമാരെന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചെറുപ്പക്കാർ പെൺപിള്ളേരെ നല്ല 10, 20, 21 വയസ്സിനോട് പ്രായമുള്ള ഒരു പയ്യനും 50, 55, 60 വയസ്സായുള്ള ചേച്ചിമാരാണ് വരുന്നത്. വൈരുദ്ധ്യം മനസ്സിലാക്കണേ. അതായത് ഈ പയ്യന് കല്യാണം ഉറപ്പിച്ചു, ഈ പയ്യൻ്റെ കല്യാണം മുടക്കണം, ഈ പയ്യന് ഈ 55 വയസ്സായ സ്ത്രീക്ക് വേണം. അതിന് സാറേ എത്ര രൂപ പറഞ്ഞാലും ടേബിളിന് പുറത്ത് ഞാൻ വയ്ക്കും. 1 ലക്ഷം വേണോ, 2 ലക്ഷം വേണോ, 5 ലക്ഷം വേണോ, സാറിന് ഞാൻ പൈസ തരും, പക്ഷെ എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുതരണം, അവനെ കല്യാണം മുടക്കണം. ചേച്ചിയുടെ 5ഉം വേണ്ട 10ഉം വേണ്ട ചേച്ചി. കാരണം എന്താ? ഈ പൈസ, ഞാൻ വാങ്ങുന്ന പൈസ എൻ്റെ കുടുംബത്തിനോ എൻ്റെ ആരോഗ്യത്തിനോ പോകുന്നതിൻ്റെ അപ്പം തന്നെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പുറത്ത്, ആശുപത്രി. ഇത് ഞാനല്ല തീരുമാനിക്കുന്നത്. ഈ വാങ്ങുന്ന പൈസ എനിക്ക് ഉപയോഗിക്കണോ അത് ഞാൻ കൊണ്ടുപോയി ആശുപത്രി കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് വേണ്ട, നമ്മൾ ഈ പരിപാടി ചെയ്യാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഏറ്റവും മോശമായൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ പല ആളുകളെ സഹായിക്കാറുണ്ട്. അത് ഏത് ആളുകളെ സഹായിക്കുന്നത്? നമ്മൾ ഇവരുടെ സൈക്കോളജിക്കൽ ഫാക്ടർ നോക്കി ഈ വരുന്ന, ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവും പിരിഞ്ഞിരിക്കുക, ചിലപ്പോൾ എനർജി വേരിയേഷൻ സംഭവിക്കും അതിൻ്റെ അകത്ത്. അതായത് മൂന്നാമതൊരാൾ അസൂയ തോന്നി, അങ്ങനെയൊക്കെ തോന്നി കർമ്മം ചെയ്യുന്ന ആളുകളുടെ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കും. അത് കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ മാന്ത്രികം ഉപയോഗിച്ച്, എനർജീസ് ഉപയോഗിച്ച് നമ്മൾ ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കും. എന്നിട്ട് ആരാണോ ചെയ്തു വെച്ചത് ആ ചെയ്തു വെച്ച ആളിലോട്ട് നമ്മൾ പറഞ്ഞേക്കും, മറ്റാളെന്ന് അനുഭവിക്കും. അല്ലാത്ത കേസ് നമ്മൾ ചെയ്യില്ല. ഇനി ചില ആളുകൾ അവർ വിചാരിച്ച് അത് വശ്യത്തിൻ്റെ ഇത് ചെയ്തു കൊടുക്കണം, അവർക്ക് ആ ഇത് ഉണ്ടാക്കി കൊടുക്കണം. അവരുണ്ടാക്കി കൊടുത്താൽ അവർ ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാം. സാറേ ഒന്ന് ഞങ്ങൾക്കൊന്ന് ചെയ്തു തരാമോ, എനിക്ക് ഇന്ന ആളെ കാമുകന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു ആവേശത്തിന് നമുക്കിതൊക്കെ പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഉദാഹരണം, ഇപ്പോൾ ഒരു ലക്ഷ്മിയുടെ ഒരു പ്രണയിക്കുന്ന ഒരു പയ്യനെ വശ്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചും പറഞ്ഞ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് എന്താ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മിയുടെ ശരീരത്തെ ആദ്യം ടോട്ടൽ എനർജി വേരിയേഷൻ സംഭവിപ്പിക്കും. എനർജി കൂടോത്രം ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് എനർജി പ്രസൻസിൽ എനർജി വേരിയേഷൻ സംഭവിപ്പിച്ചിട്ട്, അപ്പോൾ ലക്ഷ്മിയുടെ എനർജിയിലോട്ട് എന്ത് ആഡ് ചെയ്തു? വശ്യം ആഡ് ചെയ്തു. വശ്യത്തിൻ്റെ എനർജിയാണ് ലക്ഷ്മിയുടെ ഓറയിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത്. ആകർഷണമാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ ചില കാര്യങ്ങളും കൂടി തന്നേക്കും അവന് കൊടുക്കാൻ വേണ്ടി. അവനത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായ, ലക്ഷ്മിയോട് ഉള്ള നെഗറ്റീവായ ചിന്തകൾ പതുക്കെ ഡയലൂട്ടഡ് ഇല്ലാണ്ടാവും. ലക്ഷ്മിയുടെ എനർജിയിലോട്ട് ഇവ വന്ന് വീഴും.
അതായത് ആകർഷിക്കപ്പെട്ട് വന്ന് കണക്റ്റഡ് ആവും. ഇവരെന്ത് പറ്റും, ഫ്യൂച്ചറിൽ എന്ത് പറ്റാനായിരിക്കും പോകുന്നത്? കൂടോത്രം ചെയ്ത് വെച്ചേക്കാം. കൂടോത്രത്തിലൂടെയാണ് ദൈവങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ബന്ധം അകറ്റുക, ഒരു ബന്ധം ഒപ്പിക്കുക, ഈ പറയുന്ന വക്കാലത്ത് പണിയൊന്നും ദൈവങ്ങൾക്കില്ല. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതെല്ലാം മറ്റ് പല എനർജീസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇത് ഡാമേജ് ആവാൻ തുടങ്ങും. കാരണം എന്താ, ഒരു കർമ്മത്തിലൂടെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ ആളുകളാണ് സ്വന്തം കാമുകിമാരെ കർമ്മം ചെയ്ത് വശ്യം ചെയ്ത് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവസാനം എന്താ, ഒരു ഗതിയില്ല. രണ്ടുപേർക്കും ഗതിയില്ല, രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, രണ്ടുപേർക്കും സാമ്പത്തികമായിട്ടൊരു വളർച്ചയില്ല, രണ്ടുപേർക്കും മാനസികമായിട്ട് വളർച്ചയില്ല, എന്നാൽ പിരിയുന്നില്ല. എന്നാൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർ രണ്ടിനും ഒരുമിച്ച് ജീവിക്കും. ഇത് പിരിയാനും പറ്റില്ല. മനസ്സിലാക്കേണ്ടത്, ഏതൊരു കൂടോത്രം ചെയ്യുമ്പോഴും മറ്റൊരു എനർജീനെ, ഞാനിപ്പോൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവന്, മറ്റൊരാളുടെ സ്വത്തിന്, മറ്റൊരാളുടെ സമാധാനത്തിന്, മറ്റൊരാളുടെ സ്പിരിച്വൽ ലൈഫിന്, മറ്റൊരാളുടെ മോക്ഷത്തിന്, ഇതിനെല്ലാം കയറി ബാധിക്കുക എൻ്റെ എനർജി ഉപയോഗിച്ച്. നമ്മുടെ എനർജി നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. അതല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ മോശമായ കർമ്മങ്ങൾ ചെയ്താൽ എന്ത് പറ്റും? ചെയ്യുന്നവനും ബുദ്ധിമുട്ടാണ്, ഞാനാണ് ചെയ്യണമെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടാണ്, ചെയ്ത് കൊടുക്കുന്ന ആൾക്കും ബുദ്ധിമുട്ട്. കാരണം നാളെ ഒരിക്കലും നമ്മളിതിന് കണക്ക് പറയേണ്ടി വരും. ഒന്നുമില്ല, കൂടോത്രം എത്ര വലിയ ദേവതകളെ വിളിച്ച് നിങ്ങൾ കൂടോത്രം ചെയ്താലും. അപ്പോൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ദേവതകൾ കൂടോത്രത്തിന് വരുന്നത്. ഇപ്പം നമ്മൾ പല ഉപാസന മൂർത്തികളും വെച്ചിട്ട് നമ്മൾ പല നെഗറ്റീവായ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്നുമില്ല, ഉപാസിക്കുന്നവൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ആ ചൈതന്യം ചെയ്യുന്നത്, എനർജി ചെയ്യുന്നത്. അവിടെ നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കില്ല. ഞാൻ വിളിക്കുന്ന എൻ്റെ ഭഗവാൻ ഞാൻ വിളിപ്പുറത്താണെങ്കിൽ ഞാൻ പറയാണ് എനിക്ക് ഇന്ന കാര്യം നടത്തി തരണം. ശരി, ഇന്ന കാര്യം നടത്തി തരാം. നടത്തി കഴിഞ്ഞതിന് ശേഷം ആ നടത്തിയ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ വേദന മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ആ നടന്നിരിക്കുന്ന കർമ്മത്തിൽ ഒരാൾക്കും വേദനയില്ല, ദുഃഖങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ലെങ്കിൽ ആ കർമ്മത്തിൽ ഒരു തെറ്റില്ല. ആ കർമ്മം നടക്കേണ്ട കർമ്മം. കാരണം അത് മറ്റൊരാൾ അവിടെ പെയിൻ അനുഭവിക്കുന്നില്ല, മറ്റൊരാൾ ഡിസ്റ്റർബ് ആവുന്നില്ല, മറ്റൊരാൾ തകരുന്നില്ല. മറ്റൊരാൾ തകരുമ്പോൾ മാത്രമേ ആ ഏതൊരു കർമ്മത്തിനും പ്രശ്നമുള്ളൂ. അങ്ങനെയെങ്കിലും തൂക്കിക്കൊല്ലുന്ന കർമ്മം ജഡ്ജിക്ക് ശാപം കിട്ടണ്ടേ? അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വേർപെടേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തിയുടെ കർമ്മവും അതാണ്. ആ വ്യക്തിയുടെ ആയുസ് അടച്ച് തീർന്നു, അവിടെ ശാപമൊന്നുമില്ല. പക്ഷേ കള്ളക്കേസാണ് എന്ത് ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് ഡയമെൻഷൻ എൻ്റെ ഒരു വ്യത്യാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാമുകിനെ വിട്ട് കാമുകം പോയിട്ടുണ്ടെങ്കിൽ അത് കാമുകിയുടെ കയ്യിലിരിപ്പുണ്ടാവും. അകന്നു പോയ ഒരുത്തനെ പിടിച്ച് വലിച്ച് കെട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ സ്നേഹം ഉണ്ടാവില്ല. മിനിമം അതെങ്കിലും മനസ്സിലാക്കണം. പക്ഷെ നമ്മളൊരു സ്നേഹത്തിൻ്റെ പുറത്തൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് നമുക്ക് തോന്നും, പിരിഞ്ഞു പോയ കാമുകനെ ഭാര്യനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് തോന്നും. പക്ഷേ അത് മാനസികമായിട്ടോ എനർജി ബേസിലോ അത് കണക്റ്റഡ് അല്ല, അത് പിരിയേണ്ട കേസാണ്. ഇനി അടുത്ത വിഷയത്തിൽ, സ്വന്തം മകനോ മരുമകളോ ഒരുമിച്ച് സ്നേഹത്തോടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുകയോ ഒരുമിച്ച് നടക്കുകയോ കണ്ട ഹാലളികി നടക്കുന്ന അമ്മമാരുണ്ട്, അമ്മൂമ്മമാരുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ആൻറ്റിമാർ കാണാം വീടിൻ്റെ അകത്ത്. പ്രശ്നമാണ്. ഞാൻ കുറ്റം പറയണല്ല. ഒരു നല്ലൊരു കുടുംബജീവിതം കിട്ടാതെ പോയ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് ഭയങ്കര പ്രശ്നം. മറ്റൊരാളെ സ്നേഹിക്കുന്നത്, നടക്കുന്നത്, നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്, അങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നടക്കുന്നത്, സോഷ്യൽ മീഡിയ, ഇവരാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തിലും ഇഷ്ടത്തിലുമാണ് ജീവിക്കുന്നത്. നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ മതി, നമ്മൾ സഹായിക്കേണ്ട. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരും സഹായിക്കേണ്ട ആവശ്യമില്ല, അവരൊക്കെ മര്യാദയ്ക്ക് ജീവിച്ച് പൊക്കോളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം മകനെതിരെ ഒരു അമ്മ കൂടോത്രം ചെയ്തെന്നായിരിക്കാം. ഒരു 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അമ്മയ്ക്ക് ടോട്ടൽ എനർജി വേരിയേഷൻ സംഭവിക്കാൻ തുടങ്ങും. അസുഖങ്ങൾ വരാൻ തുടങ്ങും, സ്കിന്നിന് ചൊറിച്ചിൽ വരാൻ തുടങ്ങും, പ്രാർത്ഥന ഭയങ്കര നെഗറ്റീവായിട്ട് മാറും. അതായത് നെഗറ്റീവ് സോൾ പ്രസൻസിലായിരിക്കും പിന്നീട് പ്രാർത്ഥന പോകുന്നത്. ഇവർക്ക് അമ്പലത്തിന് വെളിയിലൊക്കെ പോകും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇവർ മൊത്തത്തിൽ ഇവരുടെ ബന്ധങ്ങൾ നശിക്കാൻ തുടങ്ങും, മാനസികമായിട്ട് ഡിപ്രഷൻ വരാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് നേടാനോട് ശ്രമിച്ചിട്ടാണോ ഇവർ കൂടോത്രം ചെയ്യാൻ വേണ്ടി പോയ അതേ സാധനം ഇവർക്ക് വരാൻ തുടങ്ങും. അതായത് 2 ബന്ധങ്ങൾ അകന്നു പോകാൻ വേണ്ടി ആരെല്ലാം കൂടോത്രം ചെയ്തിട്ടുണ്ടോ ചെയ്തവൻ്റെ കുടുംബം അറ്റുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന് അവയവമായിട്ട് ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിലേതെങ്കിലും സംഭവിക്കും. അതായത് കൂടോത്രം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടോത്രം ചെയ്ത ആളുകൾ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് എന്താണോ അതായിരിക്കും നഷ്ടപ്പെടുന്നത്. ചില ആളുകൾക്കൊരു അപകടം വരുന്നതൊന്നും ഒരു വിഷയമല്ല, പക്ഷെ അവൻ്റെ ഒരു തരി സ്ഥലമോ ഒരു പൊന്നോ ഒരു ഇത്തിരി പൈസയോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഹിക്കില്ല.
₹1 പോയി കഴിഞ്ഞാൽ അറ്റാക്ക് ഒന്നും മരിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചൊരു ബന്ധം പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല, മറ്റെന്ത് പറ്റിയാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മൂല്യമായിട്ട് തോന്നുന്നത് എന്താണോ അതായിരിക്കും നഷ്ടപ്പെടുന്നത്. അതാണ് ഈ കൂടോത്രത്തിന് ഏറ്റവും വലിയ എഫക്റ്റായിട്ട് അടിക്കുന്നത്. ഇത് തിരിച്ചു വരും. കൂടോത്രം ലഭിച്ച ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇത് അന്ധവിശ്വാസമായിട്ട് എടുക്കാം, എന്ത് വിശ്വാസമായിട്ട് എടുത്താലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളോ എല്ലാവരും ഇവർക്ക് സൊല്യൂഷൻ കൊടുത്ത് വിടും. നമ്മുടെ കേരളത്തിൽ എന്തോരം ആൾക്കാരെ നമുക്ക് തന്നെ അറിയാം. എന്നെ പോലും വിളിച്ചാൽ കിട്ടുന്നില്ല. നമുക്ക് അത്രയും കൺസൾട്ടേഷനാണ് നമുക്ക് വന്ന് നിൽക്കുന്നത്. നമ്മളത് എടുക്കുന്ന പോലുമില്ല പലതും. എന്തുകൊണ്ടാണ്? പലതും സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, പലതും സ്പിരിച്വൽ ഇഷ്യൂ ആണ്. ചിലത് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, പക്ഷേ ഇത് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല നിങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന്. ചില ആളുകൾ ഓവർ തിങ്കിങ് ആയിട്ട് എടുത്തിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. തുടങ്ങിയിട്ട് ഒരുപാട് കണ്ടീഷനോട് പോകുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എന്ത് വേണം? ഒരു കുടുംബത്തിൽ ഒരാൾ വിചാരിച്ചാൽ തീരാവുന്നതുള്ളൂ ഒരു കുടുംബം. എല്ലാവരും കൂടി വിചാരിക്കണമെന്നില്ല അതിൻ്റെ അകത്ത്. ഒരുത്തനോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇളകിയാൽ മതി, തബ്ബിട്ട് പിടിയായി പോകും ഫാമിലി. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പറഞ്ഞതിന് ഇത്രേ ഉള്ളൂ. സമാധാനമായിട്ടിരിക്കുക, സ്പിരിച്വലായിട്ടിരിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും കൂട്ടിച്ചേർക്കുന്നതും നമ്മളല്ല. നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന ഒരാളെ എടുത്ത് കളയുന്നതും നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയൊരാളെ തരുന്നതിനും ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക. അത് സൂക്ഷ്മ തലത്തിൽ നിന്ന് മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിന് വലിയൊരു ഉദ്യമമുണ്ട്. ഒരിക്കലും ഒരു ഈശ്വരൻ്റെ വിധി അല്ലാതെ, അല്ലെങ്കിൽ ഈശ്വര സങ്കല്പങ്ങളല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കില്ല. പ്രത്യേകിച്ച് സ്പിരിച്വലായിട്ട് നിൽക്കുന്നവരോ അതല്ല, ഈശ്വര വിശ്വാസം അല്ലാതെ നിൽക്കുന്ന ആളുകളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം അടുത്ത ഘട്ടത്തിലോട്ട് പോകേണ്ടതാണ്. അത് മാനസികമാവാം, അത് ഒരു പക്ഷേ സാമ്പത്തികമാവാം, അതൊരു പ്രൊഫഷണലാവാം, അത് ഏത് ലെവലിൽ വേണമെങ്കിലാവാം. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക, സ്ട്രോങ് ആയിട്ടിരിക്കുക, അത് മുന്നോട്ട് പോകുക. അതല്ലാതെ നെഗറ്റീവ് ആവണ്ട. വരുന്നതും പോകുന്നതും നമ്മളല്ല തീരുമാനിക്കുന്നത്. അത് ഭഗവാന് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തേക്കാം.